ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم സത്യവിശ്വാസി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമേ എന്നും പ്രവാചക ചര്യകൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ കൂടി പരിശ്രമിക്കണമേ എന്നും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക്
പ്രയാസങ്ങൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, മരണങ്ങൾ സംഭവിക്കാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, തുടർന്നുള്ള ജീവിതത്തിലെ കരുത്തു പകരാൻ പ്രാർത്ഥന കാരണമായി തീരുന്നു. പ്രാർത്ഥനകൾ അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ അധർമ്മമാണ്, ഏറ്റവും വലിയ നന്ദികേടാണ്. അല്ലാഹുവിനോടും പ്രാർത്ഥിക്കാം, സൃഷ്ടികളോടും പ്രാർത്ഥിക്കാം, തങ്ങന്മാരോടും പ്രാർത്ഥിക്കാം, ബീവിമാരോടും പ്രാർത്ഥിക്കാം. കൊടുത്ത കഴിവുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്, അവര് സഹായം ചെയ്യുന്നതെന്ന് പറയുന്ന ചില ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഏറ്റവും വലിയ അപരാധമാണ് അവരുടെ സൃഷ്ടാവിനോട്. അതുകൊണ്ട് ഏതൊരു അസന്നിഗ്ധമായ ഘട്ടത്തിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് സമാശ്വാസം ലഭിക്കും, ആശ്വാസം ലഭിക്കും, കരുത്തു പകരാൻ അതൊരു കാരണമായി തീരും. പ്രാർത്ഥന വലിയ ഒരായുധമാണ്. പ്രാർത്ഥന സത്യവിശ്വാസികൾക്ക് വലിയ ഒരായുധമാണ് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ നിർവഹിക്കുന്നതാണ്, നമ്മുടെ കടമയാണ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ശരി. ഇനിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്യാം മറ്റൊരാളോട്. നമുക്ക് വസിയത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളോട് മറ്റൊരാൾക്കും വസിയത്ത് ചെയ്യാം. തിരിച്ചുമാകാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, കാരണം കുറച്ച് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. രോഗികൾ വീട്ടിലുണ്ട്, മാതാവിന് രോഗമായി കിടക്കുന്നു, പിതാവ് രോഗിയായി കിടക്കുന്നു, മക്കളുടെ പഠനം ശരിയാകുന്നില്ല, ബിസിനസ്സുകൾ ലാഭകരമല്ല എന്നതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് മറ്റുള്ളവരോട് പറയുകയും അതോടൊപ്പം തിരിച്ചും എന്ത് ചെയ്യാം? അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതും വലിയ ഒരു ആശ്വാസമാണ്, അല്ലെ? നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് നമുക്ക് വേണ്ടി, നമ്മുടെ സാന്നിധ്യമില്ലാതെ നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കുമ്പോൾ അതെന്താണ്? നമുക്കതും വലിയ ഒരു ആശ്വാസമായിട്ട് ലഭിക്കും. അങ്ങനെ രണ്ട് പ്രാർത്ഥനകൾ. മൂന്നാമതൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ ഉത്കൃഷ്ടരായ ഒരു വിഭാഗമാണല്ലോ മലായിക്കത്തുകൾ, മാലാഖമാർ. അല്ലാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളാണ് മാലാഖമാർ. ആ മാലാഖമാര് സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സത്യവിശ്വാസികൾക്ക് വേണ്ടി മാലാഖമാരുടെ പ്രാർത്ഥനയുണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം, മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു തരത്തിലുള്ള അള്ളാഹുവിനെതിര് പ്രവർത്തിക്കാത്ത, അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന വിഭാഗമാണ് ഇത് മാലാഖമാർ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്താണ്? വമഅലൂമുൻ, അറിയപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? അന്നദ്ദുആ അൽ മലായികത്തി, മലായികത്തുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുജാബുൻ, അതിനുത്തരം കിട്ടുന്നതാണ്. പ്രാർത്ഥിക്കുന്നത് ചില്ലറക്കാരല്ല. ഈ പ്രാർത്ഥിക്കുന്ന മാലാഖമാരെന്ന് പറയുന്നത് ചില്ലറക്കാരായ ആളുകളല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുത്തരം കിട്ടും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. യാതൊരു സംശയവുമില്ല, ഉത്തരം കിട്ടും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങള് ഹദീസുകളില് നമുക്ക് കാണാൻ സാധിക്കും. വഴിയെ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും മാലാഖമാരുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നമ്മള്. അതിനാണ് പരിശ്രമിക്കേണ്ടത്. ഏതൊക്കെ വിഭാഗത്തിലാണ് മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് അവര് പ്രാർത്ഥിക്കുന്നതെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മാലാഖമാർ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മലായികത്തുകൾ അള്ളാഹുവിനെ സ്തുതിച്ചിങ്ങനെ പ്രകീർത്തിച്ച് ഇരിക്കുന്നവരാണ് ആര്? മാലാഖമാരെന്നുള്ളത്. അതേപോലെ വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകളോട്, ഭൂമിയിലുള്ളവരോട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു മാലാഖമാരെ. അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അറിയണം, അല്ലാഹു ആരാണ്? അല്ലാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ് എന്ന്. ഇനിയും ആർക്ക് വേണ്ടിയൊക്കെയാണ് മാലാഖമാര് പ്രാർത്ഥിക്കുന്നത്? എന്തൊക്കെയാണ് അവര് ചോദിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ, അതിന്റെ 7, 8, 9 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനങ്ങളിലൂടെ മലായികത്തുകളുടെ പ്രാർത്ഥന നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്താണ്? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അർശ് വഹിക്കുന്ന മലായികത്തുകൾ, ആ മലായികത്തുകൾക്ക് ചുറ്റുമുള്ള മറ്റു മാലാഖമാര് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മാലാഖമാര്. കഴിഞ്ഞില്ല, എന്നിട്ട് വയുഅ്മിനൂന ബിഹി, അവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ആ മാലാഖമാര്. എന്നിട്ടോ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവര് എന്ത് ചെയ്യുന്നു? ഇസ്തിഗ്ഫാർ നടത്തുന്നു. മലായികത്തുകൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ആർക്ക്? ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അവര് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഒന്നാമത്തെ പോയിന്റ് വിശ്വാസികളാകുക എന്നത്. അല്ലേ? ഒന്നാമതായിട്ട് മാലാഖമാരുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ലഭിക്കണമെങ്കിൽ ഒരാള് എന്തായിരിക്കണം? കറകളഞ്ഞ വിശ്വാസിയായിരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. ആരാധനകള്, പ്രാർത്ഥനകള്, നേർച്ചകള്, അർച്ചനകള്, വഴിപാടുകള്, ഇതൊക്കെ എന്ത് ചെയ്യുക? അല്ലാഹുവിന് മാത്രമായി സമർപ്പിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ ഈ മലാഖമാരുടെ ഇസ്തിഗ്ഫാർ ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു.
അടുത്ത വിഭാഗമോ റബ്ബന, എന്നിട്ട് മാലാകമാര് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാ. എന്താ പ്രാർത്ഥിക്കുന്നത്? വസ്അത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും എന്താണ്? നിന്റെ അറിവും അതേപോലെ കാരുണ്യവും പ്രവിശാലമായിരിക്കുന്നു റബ്ബേ എന്ന്. രണ്ടാമത്തെ അടുത്ത പ്രാർത്ഥന ഫഗ്ഫിർ ലില്ലദീന താബൂ, പടച്ചവനെ നീ പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ആർക്കാണ്? ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് മാലാഖമാര് പ്രാർത്ഥിക്കുമെന്നപ്പോ ജീവിതത്തില് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് സംഭവിക്കാവുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അതിന് ഇസ്തിഗ്ഫാറുണ്ട്, തൗബയുണ്ട്, പശ്ചാത്താപമുണ്ട്. ആ പശ്ചാത്താപം നിർവഹിക്കുന്ന ആളുകൾക്ക് മലായിക്കത്തുകൾ ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന്, അല്ലെ? മലായിക്കത്തുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ടാകും. മൂന്നാമത്തെ വിഭാഗം നിന്റെ മാർഗത്തെ പിൻപറ്റുന്ന ആളുകൾക്ക്, അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ മനസ്സിലാക്കി തരുന്നത്. മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ നിന്റെ മാർഗം പിൻപറ്റുന്നവർക്ക്, അല്ലെ? നിന്റെ മാർഗം പിൻപറ്റുന്ന ആളുകള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കണം, തെറ്റുകുറ്റങ്ങളില്ലാത്തവരായിരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മതവിധികള് എന്താണോ അതിനെയൊക്കെ അനുസരിക്കുന്നവരായിരിക്കണം. അവർക്ക് മാത്രമാ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നത്, അല്ലെ? അല്ലാതെ എല്ലാവർക്കും ലഭിക്കുകയില്ല എന്ന്. മതബോധമുള്ള ആളുകൾക്ക്, മതചിന്തയുള്ള ആളുകൾക്ക്, ധാർമ്മികമായി ജീവിക്കുന്ന ആളുകൾക്ക്, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം സുന്നത്തുകളെ പിൻപറ്റുന്നവരാകാൻ പാടില്ല എന്ന്. അതാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തെ പിൻപറ്റുന്ന ആളുകൾക്ക് വേണ്ടിയായിരിക്കണം ഇത്. എന്നിട്ട് ഈ പ്രാർത്ഥനകള് അടുത്തതായിട്ട് ഇത്രയും ആളുകൾക്ക് എന്ത് വേണം? നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് മലായിക്കത്തുകളുടെ പ്രാർത്ഥനകളാണ് പിന്നീട് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചത്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, ഈ വിഭാഗം ആളുകൾക്ക് അവർക്ക് നീ എന്ത് ചെയ്യണം? നരകശിക്ഷയിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്ന്, അല്ലെ? നരകശിക്ഷയിൽ നിന്നും ഈ ഒരു വിഭാഗം ആളുകളെ എന്ത് ചെയ്യുക? നീ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞില്ല, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വഅദ്ഖിൽഹും ജന്നാത്തിൻ അദിനില്ലതി വഅദ്തഹും, പടച്ചവനെ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിലെ ഈ വിഭാഗം ആളുകളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞില്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, പടച്ചതമ്പുരാനെ അവരുടെ ഇണകളെ നീ പ്രവേശിപ്പിക്കണമേ, അവരുടെ മക്കളെ നീ പ്രവേശിപ്പിക്കണമേ, അവരുടെ പിതാക്കന്മാരെ നീ പ്രവേശിപ്പിക്കണമേ. എങ്ങനെയുള്ള നല്ലതായ നന്മയുള്ള അവരുടെ പിതാക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും നീ പ്രവേശിപ്പിക്കണമേ എന്ന് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന്. ഇന്നക അന്തൽ അസീസുൽ ഹകീം, നിശ്ചയമായും നീയാണ് ഏറ്റവും പ്രതാപശാലിയും അഗാധജ്ഞനുമെന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. കഴിഞ്ഞില്ല, മലായിക്കത്തുകളുടെ പ്രാർത്ഥന വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഈ വിഭാഗം ആളുകളെ തിന്മയിൽ നിന്നും തടഞ്ഞു നിർത്തണമേ എന്ന്. പ്രാർത്ഥിക്കുന്ന ആരാ? മലായിക്കത്തുകളാണ്. ആർക്ക് വേണ്ടിയാണ്? മുകളിൽ പറയപ്പെട്ട സത്യവിശ്വാസികളായ ആളുകള്, അള്ളാഹുവിന്റെ മാർഗത്തെ പിന്തുടരുന്ന ആളുകള്, അതേപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകള്, ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന്. അള്ളാഹുവേ, തിന്മയിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ എന്ന്. അതേപോലെ എന്താണ്? ആരെയെങ്കിലും അന്നത്തെ ദിവസം
പരലോകത്തില് നീ ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നിന്റെ മഹത്തായ കരുണ നീ അവർക്ക് ചെയ്യുകയാണ്. പരലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. പരലോകത്ത് എന്ത് ചെയ്യുക? തിന്മയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ നീ പരലോകത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അത് നിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നും മലായികത്തുകളുടെ പ്രാർത്ഥനയെ എടുത്തുകൊണ്ട് വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമ്മളൊക്കെ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ ഉണ്ടാകുമോ എന്നൊന്ന് വിശ്വാസിയാകണം. മറ്റൊന്ന് തൗബ ചെയ്യണം. മറ്റൊന്ന് ദീനിനെ പിൻപറ്റണം. ഈ ആളുകൾക്ക് വേണ്ടിയാ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? നരക ശിക്ഷയിൽ നിന്നും ഒഴിവാകുക എന്നുള്ളത്. മറ്റൊന്നെന്താണ്? സ്വർഗം ലഭിക്കാൻ വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് കുടുംബത്തിനും സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതേപോലെ തിന്മയിൽ നിന്നും സംരക്ഷിച്ചു നിർത്തണമേ എന്നുള്ള മറ്റൊരു പ്രാർത്ഥന പോലെ ആരാ പ്രാർത്ഥിക്കുന്നത്? നിസ്സാരക്കാരായ ആളല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്ന മാലാഖമാരാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതേപോലെ നിരവധി കാര്യങ്ങൾ ഒരു സത്യവിശ്വാസിയിൽ ഉണ്ട് എങ്കിൽ ആ സത്യവിശ്വാസിക്ക് അല്ലാഹുവിന്റെ മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അതേപോലെ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരാളുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക. ഒരാൾ വസിയത്ത് ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഒരാൾ വസിയത്ത് ചെയ്യുക. ആ വസിയത്ത് നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കുമെന്ന്. നമുക്ക് വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ഒരു മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കും. പറയും, എന്താ പറയേണ്ടത്? ആമീൻ, ആമീൻ പറയുമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ആമീൻ പറയുമെന്ന്. ആമീൻ പറയുക മാത്രമല്ല, പിന്നെയോ വലക ബിമിസ്ലിൻ, അതേപോലെ നിനക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വലിയൊരു പ്രാർത്ഥനയാ. വിശ്വാസികളെ, നമ്മള് നിസ്സാരമായിട്ട് കരുതേണ്ടുന്ന ഒന്നല്ല. നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ മലായികത്തുകൾ ആമീൻ പറഞ്ഞിട്ട് പറയും, നിനക്കും അതേപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കും രോഗം ബാധിക്കാതിരിക്കാൻ, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ, അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ, അവരിനു വേണ്ടി, നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ് മലായികത്തുകളുടെ പ്രാർത്ഥന. മറ്റൊന്നെന്താണ്? ആമീൻ പറയുക. അല്ലെ, ആമീൻ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്? അവർക്കും ഇത്തരത്തിൽ മലായികത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോ? ഇമാം ഫാത്തിഹ ഓതുമ്പോ വലല്ലാലീൻ എന്ന് പറയുമ്പോ, ഇമാമും മഅ്മൂമീങ്ങളും പ്രാർത്ഥന നടത്തുമ്പോ ആമീൻ പറയുമ്പോ ആ പ്രാർത്ഥനയിൽ മലായികത്തുകളുടെ പങ്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്താണ്? ഇദാ അമ്മനൽ ഇമാം, ഇമാം ആമീൻ ചൊല്ലിയാൽ ഫഅമ്മിനൂ, നിങ്ങളും ആമീൻ ചൊല്ലണം. നിങ്ങളും ആമീൻ ചൊല്ലണം. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു വതഅമീനൽ മലായിക, ഒരാളുടെ ആമീനും മലായികത്തുകളുടെ ആമീനും തമ്മിൽ യോജിച്ചു വന്നാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന്. അല്ലെ, മലായികത്തുകൾ ആമീൻ പറയുന്നുണ്ട്.
ആ ആമീനും നമ്മുടെ ആമീനും തമ്മിൽ യോജിച്ചു വന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മലായിക്കത്തുകളുടെ ആമീൻ. ചില ആളുകൾക്ക് ആമീൻ പറയാൻ പേടിയാണ്. ചില ആളുകൾ പറയൂല, ഉറക്കം പറയൂല, പതിക മനസ്സിലേ പറയൂ അല്ലെ. ചില മദ്ഹബുകൾ പലപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഏതായിരുന്നാലും വലിയ ഒരു പ്രതിഫലമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ലഭിക്കാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് സഹോദരന്റെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, സഹോദരന്റെ അഭാവത്തിലുള്ള പ്രാർത്ഥന. അപ്രകാരം തന്നെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദാനധർമ്മം ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും പ്രഭാതമായി കഴിഞ്ഞാൽ 2 മലക്കുകൾ എന്ത് ചെയ്യും? ഇറങ്ങി വരും എന്നാണ് അല്ലെ. എന്നിട്ടോ ചെലവഴിക്കുന്ന ആള് അവരിങ്ങനെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? അവരൊരാള് വയഖൂലു അഹദുഹുമാ, ആ 2 മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം കൊടുക്കണമേ. അപ്പോഴോ രണ്ടാമത്തെ മലക്കും പ്രാർത്ഥിക്കും. എന്താണ്? അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക്, ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നീ നാശം പ്രദാനം ചെയ്യണമേ എന്ന് രണ്ടാമത്തെ മലക്കും പ്രാർത്ഥിക്കും. അവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്സാരക്കാരല്ല പ്രാർത്ഥിക്കുന്നത്, മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം കിട്ടും. നമുക്കറിയാമല്ലോ അല്ലെ, ഈ ഇഷ്ടം പോലെ ചെലവഴിക്കുന്ന ആളുകള്, ദാനധർമ്മം ധാരാളമായി ചെയ്യുന്ന ആളുകള്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിന് ഇന്നും ഒരു കുറവില്ല. ഉണ്ടോ? അങ്ങനെയുള്ള ആളുകളുടെ സമ്പത്ത് കുറഞ്ഞു പോയിട്ടേ ഇല്ല. കാരണം എന്താണ്? മലക്കുകളാ പ്രാർത്ഥിക്കുന്നത്. നമ്മള് ദാനം ചെയ്യുമ്പോ, നമ്മൾ പാവങ്ങളെ സഹായിക്കുമ്പോ, നമ്മൾ പള്ളികൾക്ക് സഹായങ്ങൾ ചെയ്യുമ്പോ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാകുക. പടച്ച തമ്പുരാനെ, ഇദ്ദേഹത്തിന് നീ ഇനിയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ എന്ന്. സമ്പത്ത് ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോകില്ല, ഒരാളെയും കുറഞ്ഞു പോകില്ല. കാരണം നിസ്സാരക്കാരായ ആളുകളല്ല പ്രാർത്ഥിക്കുന്നത്, മലായിക്കത്തുകളാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സമ്പത്ത് കൂടിക്കൊണ്ടിട്ടും, ഇനി പിശുക്കന്മാരായ ആളുകൾക്കോ അതും നമ്മുടെ നാടുകളില് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. കുറഞ്ഞാ പോകുന്നത്, വർധനവില്ല. കാരണം എന്താണ്? മലായിക്കത്തുകൾ നിസ്സാരന്മാരല്ലാത്ത മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ ഈ ഇങ്ങനെയുള്ള പിശുക്കന്മാരായ ആളുകൾക്ക് നീ നാശം കൊടുക്കണമേ എന്നുള്ള മലായിക്കത്തുകളുടെ പ്രാർത്ഥന അവർക്ക് ലഭിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. കാരണം എന്താണ്? വലിയ നഷ്ടമല്ല നമുക്ക് ലഭിക്കുന്നത്, മഹാഭാഗ്യമാണ് ലഭിക്കുന്നത് അല്ലെ. പ്രാർത്ഥിക്കുന്നത് മാലാഖമാരാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തില് ഒരു തർക്കവുമില്ല, ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് മലായിക്കത്തുകളുടെ പ്രാർത്ഥനയിൽ ഞാനുണ്ടോ, നമ്മളുണ്ടോ എന്ന് ഓരോരുത്തരും, എന്റെ കുടുംബമുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, വിശ്വാസം പരമപ്രധാനമാണ്.
ആ പ്രാർത്ഥന കിട്ടാൻ നമ്മുടെ വിശ്വാസം പരമപ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, തൗബ ചെയ്യുന്നവരായി മാറുക. അതോടൊപ്പം ദീനനുസരിച്ചേ ജീവിക്കാം. ഏതൊരു ഘട്ടത്തിലും, ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ദീനിന്റെ നിയമങ്ങളെ ബലികരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമ്മൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഈ മാലാഖമാരുടെ പ്രാർത്ഥന നമുക്കുണ്ടാകും. നമുക്ക് എല്ലാ നിലയ്ക്കുമുള്ള ഐശ്വര്യവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. يا أيها الناس أوصيكم ثانيا بالتقوى. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് രണ്ടാമതും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് നന്മ പകർന്നു കൊടുക്കുന്ന ആളുകൾ. നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മാലാഖമാര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ വമലായികതുഹു വഅഹ്ലസ് സമാവാതി വൽ അർദി. നന്മ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും അല്ലാഹു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വമലായികതുഹു, മാലാഖമാരുടെ പ്രാർത്ഥനയുണ്ടാകും. വഅഹ്ലസ് സമാവാതി വൽ അർദി, ഭൂമിയിലും ആകാശത്തിലുമുള്ള ആളുകളുടെ പ്രാർത്ഥനയുണ്ടാകും. ഹത്ത നംലത ഫീ ഹുജ്രിഹാ, ഏതുവരെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന, മാളത്തിലിരിക്കുന്ന ഒരു ഉറുമ്പുകള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വഹത്താൽ ഹൂത, അതേപോലെ എന്താണ്, മത്സ്യങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ, ആർക്കാണ്? നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി, കാരുണ്യ വർഷത്തിന് വേണ്ടി ഈ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകള് പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം എന്താണ്, അല്ലേ? ഇങ്ങനെയുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ തോന്നുമ്പോ നമുക്കൊക്കെ എന്താണ് തോന്നുന്നത്? ഈ ഹദീസുകള് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടെ? നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യണം, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യണം, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇസ്ലാമിന്റെ മഹത്വങ്ങളും ഇതേപോലെയുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ചർച്ച ചെയ്ത് പഠന വിധേയമാക്കണം. അങ്ങനെ പഠന വിധേയമാക്കുമ്പോ
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിന്റെയും മാലാഖമാരുടെയും ഭൂമിയിലും ആകാശത്തിലുമുള്ളവരുടെയും ഉറുമ്പുകളുടെയും അതേപോലെ മത്സ്യങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അപ്രകാരം തന്നെ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് നിസ്സാരമായിട്ട് നമ്മള് ഒഴിവാക്കി വിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്സാരമെന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി വിടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? സ്വലാത്ത്. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താണ്? മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സ്വല്ലൈത അലൈഹിൽ മലായികതു മാ സ്വല്ലാ അലയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഒരാള് എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ, അല്ലെ, എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് ചൊല്ലുന്നവന്റെ മേലെ അവന് വേണ്ടി ആര് സലാത്ത് ചൊല്ലും? അള്ളാഹുവിന്റെ മലായികത്തുകള് അവർക്ക് വേണ്ടി സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിസ്സാരമായതല്ല കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്സാരമായതല്ല. പ്രാർത്ഥിക്കുന്നത് മലക്കുകളാണ്. അവിടെയാണ് പോയിന്റ്. പ്രാർത്ഥിക്കുന്ന ആളുകൾ മലായികത്തുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കും എന്ന്. മറ്റൊരു വിഭാഗം ഏതാണെന്നറിയോ? ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾ. നമസ്കാരത്തിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി മാലാഖമാര് പ്രാർത്ഥിക്കുമെന്ന്. അവർക്ക് വേണ്ടി മലായികത്തുകളുടെ പ്രാർത്ഥനയുണ്ടാകും. നമ്മളൊക്കെ വലിഞ്ഞു പോകും. രണ്ടായിക്കൊള്ളട്ടെ, ഒന്ന് പൂർത്തിയായിട്ട് നമ്മളൊന്ന് പൂർത്തിയാകുമ്പോഴും അല്ലെ, സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ രണ്ടാമത്തെ സഫിന്റെ മധ്യത്തിലാ നിൽക്കുന്നത്. ആരെങ്കിലും പോയി ഒന്ന് പൂർത്തിയാക്കിയിട്ട് പിന്നെ രണ്ടിൽ എന്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാ തുടങ്ങുന്നത് അല്ല. ഒന്നാമത്തെ സഫ് നമ്മൾ തെരഞ്ഞെടുക്കാൻ പ്രാമുഖ്യം കാണിക്കണം. അല്ലെ, നമുക്കറിയാം സ്വഹാബിമാരുടെ മാർഗം. ഒന്നാമത്തെ സഫില് നിൽക്കാനുള്ള ഇടി കാരണം, നിൽക്കാനുള്ള ആ ഒരു ജാഗ്രത കാരണം നറുക്കിട്ടെങ്കിലോ എന്ന് ആലോചിച്ചു പോയ സഹാബികളുണ്ട്. നറുക്കിട്ട് ഒന്നാമത്തെ സഫിൽ ആർക്കൊക്കെ നിൽക്കാമെന്ന് നറുക്കിടാൻ പോലും വ്യഗ്രത കാണിച്ച സഹാബാക്കിറാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വൽ. ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും അതേപോലെ മലായികത്തുകളുടെയും സ്വലാത്ത്, അവരുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന്, ആ കാരുണ്യം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാഗ്രത കാണിക്കണം. അതേപോലെ സഫിന്റെ വലതുഭാഗം തെരഞ്ഞെടുക്കാൻ നമുക്കൊന്നും വലിയ പ്രയാസമില്ലാതെ, വലിയ പ്രയാസങ്ങളില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ലഭിക്കുന്ന കുറെ കൂലിയല്ല പിന്നെയോ അതോടൊപ്പം ആ കൂലി പ്രതിഫലത്തോടൊപ്പം മാലാഖമാരുടെ പ്രാർത്ഥന കൂടെ ലഭിക്കാനുള്ള സാഹചര്യം വലിയ പ്രയാസങ്ങളില്ലാതെ ലഭിക്കുക സഫിന്റെ വലതുഭാഗം തെരഞ്ഞെടുത്ത ആളുകൾ. അങ്ങനെ സഫിന്റെ വലതുഭാഗം തെരഞ്ഞെടുത്താൽ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്. സഫുകളുടെ വലതുഭാഗം തെരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെയും അവന്റെ മാലാഖമാരുടെയും പ്രാർത്ഥന അവർക്ക് ലഭിക്കുമെന്ന്, രക്ഷ ലഭിക്കുമെന്ന്. ഇതേപോലെ എന്താണ് നിരവധി കാര്യങ്ങള് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥന വെറുതെ ലഭിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കൂട്ടം ആളുകൾ.
അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ട് വിശ്വാസമുള്ള ആളുകള്, തൗബ ചെയ്യുന്ന ആളുകള്, ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകള്, ഇവർക്കാണ് അത് ലഭിക്കുക. അതുകൊണ്ട് ഇത് ശരിയാക്കി നമ്മൾ പ്രാർത്ഥിക്കുക, നന്നാകുക, ദീനുള്ള ആളുകളാകുക, അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുക, നന്മകൾ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അത് നിസ്സാരമായ കാര്യമല്ല, നിസ്സാരമായ ഒന്നല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ നാളെ പരലോകത്ത് രക്ഷ പ്രാപിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞല്ലോ, കുടുംബത്തിന് വേണ്ടി, നരകശിക്ഷയിൽ നിന്ന് സ്വർഗം ലഭിക്കാൻ, മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതിലൊക്കെ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനങ്ങള് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വസിയത്ത് ചെയ്യാം. അതേപോലെ അങ്ങനെ പ്രാർത്ഥിച്ചാല് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കും ലഭിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. പ്രയാസങ്ങൾ മാറുന്നതിന്, ബുദ്ധിമുട്ടുകൾ മാറുന്നതിനൊക്കെ വസിയത്ത് ചെയ്ത ആളുകള് അള്ളാഹു അവർക്ക് എല്ലാവിധമായ ഐശ്വര്യവും പ്രയാസങ്ങളെ മാറ്റിക്കൊടുത്ത് നല്ല ശാരീരികമായ സുഖങ്ങള്, രോഗമില്ലാത്ത ഒരവസ്ഥ അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ പള്ളി പരിപാലന ഫണ്ടാണ്. നമ്മൾ എല്ലാ ആഴ്ചയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളെ പോലെയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകളും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ പള്ളികൾ നടന്നു പോകുന്നത്. കാര്യമായിട്ട് നിങ്ങളൊക്കെ സഹായിക്കുക. കാരണം പള്ളിക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ വളരെ പ്രതിഫലം ഉള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ കോടതിയില് നാളെ നമുക്കതൊരു സാക്ഷിയായിട്ട് നിൽക്കാനും അതോടൊപ്പം സ്വർഗത്തില് നമുക്ക് പ്രവേശിക്കാനും ഒക്കെ അത് കാരണമായി തീരും. അതിന് നമ്മൾ ബക്കറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കാര്യമായ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ കുത്തുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചു, SIR-ന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. എങ്കിലും മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ഇപ്പോഴും അലംഭാവമാണ് അല്ലെ. ഇപ്പോഴും കൊടുത്തത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാല് വളരെ തുച്ഛമായ ആളുകളെ കൊടുത്തിട്ടുള്ളൂ. വീട്ടിൽ വെച്ചേക്കുകയാണ് അല്ലെ. ചിലപ്പോൾ വന്ന് വാങ്ങിക്കൊള്ളണമെന്ന് പോലുമില്ല. കാരണം എന്താണ്? ഒരു ആളെ ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ഇത് നിലവിൽ കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഒരു അജണ്ട, വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഇത് കൊണ്ടുവന്നത് തന്നെ അല്ലെ. ചില ആളുകൾക്കൊന്നും ഇപ്പോഴും അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഡിസംബർ 4 വരെ അത് തിരിച്ചു കൊടുക്കാൻ സമയം നീട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കേണ്ട. ഇത് അപ്ലോഡ് ചെയ്ത് വിടണം. അതുകൊണ്ട് തന്നെ PLOമാർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ആ സമർപ്പിക്കുന്ന കൂട്ടത്തില് 2 ഫോം ഉണ്ടല്ലോ ഒരാൾക്ക്, അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തിരിച്ച് ഒപ്പിട്ടിന് വാങ്ങണം. ഒപ്പിട്ട് വാങ്ങി ഒന്നുകൊണ്ട് പോകരുത്, 2ഉം കൊണ്ടുപോകുക. അതിൽ ഒന്ന് എന്ത് ചെയ്ത ഒപ്പിട്ട് നമ്മൾ വാങ്ങുക, ഒന്ന് സമർപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ബന്ധപ്പെട്ട് നമ്മുടെ സംശയം തീർത്ത് ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാവൂ. കാരണം വലിയൊരു അപകടത്തിലേക്കുള്ള ഒരു പോക്കാണ് ഇത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുസ്ലിം സമൂഹം എന്ത് ചെയ്യുക? ജാഗ്രത പാലിക്കുക എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ ദിനേനോണം ഇപ്പോഴും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കൈ ഉയർത്തുക, പ്രാർത്ഥിക്കുക. അല്ലാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുകയും അവരുടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ലോകത്ത് മുസ്ലിങ്ങളായതിന്റെ പേരിൽ, വിശ്വാസികളായതിന്റെ പേരിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും യുദ്ധക്കെടുതികളും പീഡനങ്ങളും വിശ്വാസികളുടെ സമൂഹത്തിന് അള്ളാഹുവേ നിന്റെ കാരുണ്യവും നിന്റെ സഹായവും നിന്റെ വിജയവും നൽകുമാറാകണമേ. മാലാഖമാരുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നമ്മളെ ഏവരെയും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع
وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.